ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ആയിട്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് കറികളൊക്കെ തയ്യാറാക്കേണ്ടതാണ്. അപ്പോൾ അത് ഒരു മട്ടൻ കറി ആണെങ്കിൽ കുറേ സമയം എടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ അതെങ്ങനെ വളരെ സിമ്പിളായ മെത്തേഡുകളിലൂടെ നല്ല അടിപൊളി രുചിയിൽ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും K4 കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലൊക്കെ സ്വാഗതം. അപ്പോൾ മട്ടൻ കറി തയ്യാറാക്കേണ്ട 3 കിലോ മട്ടൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പം ഒന്ന് കണക്കാക്കിയിട്ട് വേണം ഈ മട്ടൻ ഒന്ന് കട്ട് ചെയ്ത് കഴുകിയെടുക്കേണ്ടത്. ഇനി ഈ കറിക്ക് ആവശ്യമായ വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്കൊന്ന് ആദ്യം ഒന്ന് കണ്ടുപോകാം. അപ്പോൾ അതിനായിട്ട് 1.25 കിലോ സവാള നീളത്തിലരിഞ്ഞത്, ഒരു 3/4 കിലോ തക്കാളി നീളത്തിലരിഞ്ഞത്, 100 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം വെളുത്തുള്ളി, കറിവേപ്പില, 50 ഗ്രാം പച്ചമുളക്, ഒരു 3/4 കിലോ ഉരുളക്കിഴങ്ങ്. അതിങ്ങനെ ഒരു 3/4 ഭാഗത്തോളം വേവിച്ചതാണ്. അത് നമുക്കൊന്നിങ്ങനെ മാറ്റി വെക്കാം. പിന്നെ 200 ml കട്ടിയുള്ള നല്ല തേങ്ങാപ്പാൽ. കറി നമ്മളൊരു പ്രഷർ കുക്കറിൻ്റെ സഹായത്തിലൂടെ നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പും, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ എത്രത്തോളം നന്നായിട്ട് ഇത് ഉടച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് നിങ്ങൾ ഉടച്ചെടുക്കുക. നമ്മുടെ മിക്സ് റെഡിയാണ്ട് ഇനി ഇതിലേക്ക് മട്ടനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയും നന്നായിട്ട് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് ഇത് വേണമെങ്കിൽ ഒരു സമയം ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊരു 1-2 മണിക്കൂർ വെക്കണമെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതിലേക്ക് ഇനി ഒരു 1/2 ലിറ്റർ വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി സ്റ്റൗ ഒന്ന് ഓണാക്കിയ ശേഷം ഈ കുക്കർ വെച്ച് നന്നായിട്ടൊന്ന് അടച്ച് നന്നായിട്ട് വെന്ത് വേണ്ടിയിട്ട് വേവിക്കാം. എൻ്റെ ഉള്ള മട്ടന് ഒരു 6-7 വിസിലടിക്കാൻ എനിക്ക് വേണ്ടി വന്നു കുക്കാനായിട്ട്. മട്ടൻ്റെ ക്വാളിറ്റിയിലനുസരിച്ച് അതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് നിങ്ങളൊന്ന് കെയർ ചെയ്യുക. കുക്കർ വിസിൽ എപ്പോഴും ഒന്ന് ഇതുപോലെ ഒന്ന് പൊക്കി നോക്കി പ്രഷറൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ചായിട്ട് നമുക്കൊന്ന് തുറന്നു കൊടുക്കാം. ഇപ്പോൾ മട്ടൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 3/4 ഭാഗം വേവിച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കാം. കിഴങ്ങും കൂടി ചേർത്ത് കിഴങ്ങൊന്ന് വേകണ വരെ ഒന്നുകൂടി വേവിക്കാം. അപ്പോൾ മട്ടൻ നന്നായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. എന്നിട്ട് ഒരു അല്പസമയം കൂടി ചെറിയ ചൂടിൽ വേവിച്ച ശേഷം അല്പം കറിവേപ്പിലും കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ കറി തയ്യാറാണ്. ഇനി ഇതിൻ്റെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചപ്പാത്തി, ചോറ്, പത്തിരി എല്ലാത്തിനും കൂടെ കഴിക്കാവുന്ന ബെസ്റ്റ് സൈഡ് ഡിഷായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഇസ് ബൈ ഫ്രം ടീം K4 കിച്ചൻ.